സോ ആ സമയത്ത് ഞാൻ ക്യാമറയോ കാര്യങ്ങളോ ഒന്നുമല്ല നോക്കുന്നത്, ഞാൻ ആകെ നോക്കുന്നത് എന്റെ ഭാവിയെ. എനിക്ക് ഐ ലവ് ഹർ എ ലോട്ട്, സോ ദാറ്റ്സ് ദ വേ ഐ എക്സ്പ്രസ് ഇറ്റ്. ബാക്കിയുള്ളവരെ ഭർത്താക്കന്മാര് ഭാര്യമാര് ഉമ്മ വെക്കുന്നുണ്ടോന്ന് ഞാൻ ബോധരാവാറില്ല. അവരവരുടെ ലൈഫായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ അംജുക്കാക്ക് എന്നെ ഇപ്പൊ ഉമ്മ വെക്കാൻ തോന്നുമ്പോ അംജുക്കാക്ക് ഉമ്മ വെക്കാം. പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഇതാര് എന്നുള്ള രീതിക്ക് നടക്കാറുണ്ട്. എന്തായാലും എന്റെ ഭർത്താവ് അതുപോലത്തെ ഒരാളല്ല. ഷീ നോസ് മീ വെൽ. ഞാൻ അത്ര ഓപ്പൺ ആണ് എന്റെ കൊച്ചിന്റെ അടുത്ത്. സോ ദാറ്റ്സ് ദ വേ. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ആ ഒരു മൊമെന്റിലായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോ എൻഗേജ്മെന്റ് ടൈമിൽ പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു, അത് അത്യാവശ്യം നല്ല വൈറലും ആയിരുന്നു. അതായത് കാണേണ്ട ആവശ്യമില്ല, എല്ലാം ഓക്കെ ആണെന്നുള്ള രീതിയിൽ. അപ്പൊ ആ ഒരു തീരുമാനം എടുക്കാൻ എന്താണ് പ്രേരിപ്പിച്ചത്? നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻഗേജ്മെന്റ് നടത്തണം എന്നുണ്ടായിരുന്നില്ല. എനിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങൾ പറഞ്ഞത് വെച്ചാ ഇഷ്ടമായി, ഇനിയിപ്പോ നേരെ നിക്കാലോട്ടങ്ങ് ഡയറക്റ്റ് മാരേജ് ഇങ്ങനെയായിരുന്നു. ഞാനും അംജുക്കയും പറഞ്ഞ ഡയറക്റ്റ് മാരേജ് തന്നെയായിരുന്നു. പക്ഷെ അംജുക്കയുടെ ഫാമിലിയിലത്തെ മൂത്ത ആളാണ് അംജുക്ക. ഞാൻ മമ്മിക്കും പപ്പാക്കും 5-6 വർഷം കഴിഞ്ഞ് ഉണ്ടായ മോനാണ്. അപ്പൊ അവർക്ക് ഓരോ കാര്യങ്ങൾ കറക്റ്റ് ചടങ്ങ് പോലെ നടത്തുന്നുണ്ടായിരുന്നു. നമ്മളിതിലിപ്പോ ഇതൊരു വളരൽ ചടങ്ങാ, എൻഗേജ്മെന്റ് വളരൽ ചടങ്ങാ. അതിന് ശരിക്കും പറയുമ്പോ അംജുക്കാട് ഉമ്മയും സിസ്റ്ററാണ് അതിൽ മെയിൻ റോൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആക്കിയതാ. അല്ലെങ്കിൽ ഞങ്ങൾ ഡയറക്റ്റ് നിക്കാഹി ഉറപ്പായിട്ടും നടത്തുള്ളൂ. ഒരിക്കലും ഇങ്ങനെ വെക്കത്തുണ്ടായിരുന്നില്ല. അതൊരു ഫാന്റസി മാതിരി അങ്ങനെ എന്തെങ്കിലും തോന്നിയായിരുന്നോ? ആദ്യം ഭയങ്കര സങ്കടമായിരുന്നു അംജുക്ക് ഇല്ലാതില്ല. പക്ഷെ ആ ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഒട്ടും പ്രഡിക്ട് ചെയ്തില്ല ആ ടൈം. എൻഗേജ്മെന്റ് അന്ന് ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞു കാണുന്നു. പക്ഷെ എന്തൊരു ഭാഗ്യത്തിന് എനിക്ക് കുറച്ചൊരു പെർമിഷൻ കിട്ടി. ഞാൻ നേരത്തെ ഒന്ന് റെഡിയായി നേരെ ഒന്നങ്ങ് ഇരുന്നു. അതിലും ഞാൻ കണ്ടത് അംജുക്കാടെ എക്സൈറ്റ്മെന്റ്. അവൻ നേരെ വന്ന് ജോലി വൈറ്റ് ഷർട്ട് ഒക്കെ ഇട്ടിട്ടാ ഇരുന്നിരുന്നത്. കാരണം ശരിക്കും ഒരു കല്യാണ ചെക്കനെ പോലെ തന്നെയാണ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇരുന്നിരുന്നത്. ആ ഫുൾ പരിപാടി കഴിഞ്ഞവരെ വീഡിയോ കോളിലായിരുന്നു. അംജുക്കാടെ സിസ്റ്റർ വിളിച്ചിട്ട് അല്ലെങ്കിൽ ബ്രദർ വിളിച്ചിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ഫുൾ ഇതില് അംജുക്കാടെ മുഖത്ത് ആ ചിരി കാണായിരുന്നു. എനിക്ക് അതെന്നൊക്കെ പറയുന്നത് കൂടുതലും സ്നേഹം അപ്പോഴും ഇപ്പോഴും എപ്പോഴും ഉണ്ട്. പക്ഷെ ആ ഒരു ബോണ്ട് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ആ ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ചും കൂടി പീക്കായത്. അംജുക്കാരെ കാണണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാണണം എന്നുള്ളൊരു ഭയങ്കര ഡീപ്പായി. അതുവരെ ഓക്കെ കാണാൻ ഹാപ്പി ആയിട്ട് പോയി. ഇത് കഴിഞ്ഞപ്പോ ഒരു വേദനയൊക്കെ വന്നു തുടങ്ങി, ഭയങ്കര സങ്കടമായി തുടങ്ങി. അറ്റ്ലീസ്റ്റ് കാണണ്ടേ, കണ്ടിട്ട് പോലും ഇല്ല. ഇപ്പോ ചിരിയുടെയും അതുപോലെ തന്നെ സ്നേഹത്തിന്റെയും കാര്യം പറഞ്ഞു. അതുകൊണ്ട് തന്നെ അംജുക്കയ്ക്ക് ഒരു നിക് നെയിം ഒക്കെ കിട്ടിയെന്നൊക്കെ ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ. മോളെ കണ്ട ദിവസവും പിന്നെ എന്റെ മാരേജ് ദിവസവും ദാറ്റ് വാസ് മൈ ലൈഫ്സ് ഒരു ബ്യൂട്ടിഫുൾ മൂവ്മെന്റ് ആണ്. സോ ആ സമയത്ത് ഞാൻ ക്യാമറയോ കാര്യങ്ങളോ ഒന്നുമല്ല നോക്കുന്നത്, ഞാൻ ആകെ നോക്കുന്നത് എന്റെ ഭാവിയെ. എനിക്ക് ഐ ലവ് ഹർ എ ലോട്ട്, സോ ദാറ്റ്സ് ദ വേ ഐ എക്സ്പ്രസ് ഇറ്റ്. അല്ലാതെ ആൾക്കാർ കമന്റ്സ് കാര്യം ഐ ഡോണ്ട് ഈവൻ ബോദർ ദാറ്റ് ലൈക്ക് വാട്ട് എവർ അതേഴ്സ് സേ. She knows me well, she understands my love and she's mine. അവൻ കല്യാണം കഴിച്ചത് തന്നെയാണ്. ഞാൻ കംഫർട്ടബിൾ ആയിടത്തോളം കാലം വേറെ ആരും അത് ആലോചിച്ച് ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ് ആവേണ്ടി ആവശ്യം. എനിക്ക് കാണുന്നത് എന്നെ ഉമ്മക്കുമ്പോ ബാക്കിയുള്ളവർക്കാണ് BP കൂടണമെന്ന് എനിക്ക് തോന്നുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ ഞാൻ ആരും ബാക്കിയുള്ളവരെ ഭർത്താക്കന്മാര് ഭാര്യമാര് ഉമ്മ വെക്കുന്നുണ്ടോന്ന് ഞാൻ ബോധരാവാറില്ല. അവരവരുടെ ലൈഫായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ അംജുക്കാക്ക് എന്നെ ഇപ്പൊ ഉമ്മക്കാൻ തോന്നുമ്പോ അംജുക്കാക്ക് ഉമ്മക്കാം. ഞങ്ങൾ എന്തായാലും ഒരു പബ്ലിക്കിന് കാണാൻ പറ്റാത്ത വൃത്തികേടോ അല്ലെങ്കിൽ ഒരു കുട്ടികൾക്ക് കാണാൻ പറ്റാത്ത വൃത്തികേടോ എന്തായാലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചെയ്തിട്ടില്ല, ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നെറ്റിയിലൊരു ഉമ്മ വെക്കണേലും ഉമ്മച്ചെന്ന് പേര് കിട്ടിയെങ്കിൽ അംജുക്കാക്ക് അത് നല്ല ബെസ്റ്റ് പേര്. ഞാൻ അംജുക്കാരോട് പറയണ്ട, അംജുക്ക നല്ല പേര് അംജുക്ക, ഞാൻ പേര് മാറ്റി അംജുക്കാട് ഉമ്മച്ചെന്ന് ഞാൻ സേവ് ചെയ്തിട്ട്. കാരണം നല്ല അത് ഞാൻ ഒരു കോംപ്ലിമെന്റ് ആയിട്ട് കാണുന്നത്. സ്വന്തം ഭാര്യനെ ഉമ്മ വെക്കുന്നത് ഞാൻ നല്ലൊരു ക്വാളിറ്റി. ചിലവര് സ്വന്തം ഭാര്യനെ കണ്ട പാട് വെക്കാത്ത ആൾക്കാരുണ്ട്. പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഇതാര് എന്നുള്ള രീതിക്ക് നടക്കാറുണ്ട്. എന്തായാലും എന്റെ ഭർത്താവ് അതുപോലത്തെ ഒരാളല്ല. ആരെ മുന്നിലും കൈ പിടിച്ചത് എന്റെ ഭാര്യയാണ് അല്ലെങ്കിൽ എന്റെ പാർട്ട്ണറാന്ന് പറയാനുള്ളതുണ്ട്. അപ്പൊ എനിക്കത് സന്തോഷമുള്ള കാര്യമാണ്. അംജുക്കയ്ക്ക് എന്താണ് തോന്നുന്നത്? അതായത് എക്സ്പ്രസ് ചെയ്യാനുള്ളത് അപ്പൊ തന്നെ എക്സ്പ്രസ് ചെയ്യണം. ഞാൻ ചെയ്യും അത്ര തന്നെ. കാരണം ഐ എം ലൈക്ക് ദാറ്റ്. ഒന്നും മനസ്സിൽ കൊണ്ടുവരുന്ന അങ്ങനെ ഇതൊന്നുമില്ല. ഇപ്പൊ ലൈക്ക് ഷീ നോസ് മീ വെൽ. ഞാൻ അത്ര ഓപ്പൺ ആണ് എന്റെ കൊച്ചിന്റെ അടുത്ത്. സോ ദാറ്റ്സ് ദ വേ. സ്നേഹം എന്നുള്ള മാത്രമല്ല, അംജുക്കാക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കാര്യം ഉണ്ടെങ്കിൽ അംജുക്ക് ഉടനടി പറയും. അംജുക്കാക്ക് ഇഷ്ടമില്ലാത്ത ഭയങ്കര പൊട്ടിത്തെറിച്ചിട്ടില്ലെങ്കിലും അംജുക്ക് പറയും, അറിയിക്കും. അംജുക്കാക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ മനസ്സിലാക്കി തരും.
അംജുകക്ക് സങ്കടം വന്നെങ്കിൽ അതും അംജുക എക്സ്പ്രസ് ചെയ്യും. പിന്നെ അംജുക ഇപ്പൊ ഭയങ്കര കാം പോയിട്ട് ഇതൊക്കെ ആണെങ്കിലും ഇപ്പൊ എന്റെ അടുത്ത് പൊട്ടിത്തെറിച്ചിട്ടില്ലെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് അംജുക വേറെ പലയിടത്ത് പൊട്ടിത്തെറിക്കുന്നത് കണ്ടിട്ടുണ്ട്. അംജുക്കാക്ക് വേറൊരു സൈഡും കൂടി ഉണ്ട്. പക്ഷെ അത് ഒരു 5 മിനിറ്റിനോ 10 മിനിറ്റിനോ ആയിരിക്കും. പക്ഷെ അംജുക അതിനും ഉണ്ട്. അതുകൊണ്ട് അംജുക എല്ലാം എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് അത് നല്ല ക്വാളിറ്റി ആണ്. നമ്മൾ ഈ ഉള്ളില് ഇമോഷൻസ് സപ്രസ് ചെയ്ത് ഫീലിംഗ്സ് സപ്രസ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. നമുക്ക് പല ഫീലിങ്സും കാര്യങ്ങളായിരിക്കും. പിന്നെ ഒറ്റ കാര്യമുള്ളൂ, എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല.